നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഒരു ഡാറ്റ അനലിറ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് എന്നുള്ള മേഖലയോട് നിങ്ങൾക്ക് താല്പര്യമുള്ളതോ കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുവാനായി ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആമുഖങ്ങളില്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഫേസ് 3 പ്രവർത്തിക്കുന്ന ഏറ്റവും റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനത്തിൽ സീനിയർ ഡാറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് ഒരു ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഫ്രഷറെ അല്ല, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഓൾറെഡി ഒരു ഡാറ്റ അനലിറ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു കരിയർ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള അവസരമാണ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ വ്യക്തമായി തന്നെ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോ പാർക്ക് ഫേസ് 3 റൂബി 7 സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വർഷങ്ങളായി ഡാറ്റ അനലിറ്റിക്സ് മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുള്ളത് ഒരു സീനിയർ ഡാറ്റ അനലിസ്റ്റിനെയാണ്. അതായത് 3 മുതൽ 5 വർഷം വരെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഡാറ്റ അനലിറ്റിക്സ് മേഖലയിൽ ഉള്ളവരെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് ഉള്ള ഒരു ജോലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് 3 മുതൽ 5 വരെ വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടെ പൊസിഷനെ ഒന്ന് ഉയർത്താൻ ആഗ്രഹിക്കുന്നു, കുറച്ചുകൂടെ ബെറ്റർ സാലറിയിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സീനിയർ ഡാറ്റ അനലിസ്റ്റ് പൊസിഷനാണ് ഈ റൂബി 7 സ്റ്റുഡിയോസ് നിങ്ങൾക്കായി ഒരുക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അത് ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് ടൂൾസിലുള്ള നല്ല ധാരണ ഉണ്ടായിരിക്കണം. അത് പലതരത്തിലുള്ള ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് നിങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചതെല്ലാം അത് നിങ്ങളുടെ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം അവർ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് മേഖലയിൽ, മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ ഉള്ള ഒരു ഡിഗ്രി അഥവാ PG ഇതൊരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ടായിരിക്കണം. അതിനോടൊപ്പം ഡാറ്റ അനലിറ്റിക്സ് മേഖലയിലുള്ള ഒരു 3 മുതൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഇവർ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങളെ ഡാറ്റ അനലിറ്റിക്സിൽ എവിടെ ചെന്നാലും ആവശ്യപ്പെടാൻ സാധ്യതയുള്ളതാണ്. എക്സൽ ടൂൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒന്ന് വേണം നിങ്ങൾക്ക്. നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് എക്സൽ മാക്രോസ് വരെയൊക്കെ എങ്കിലും എക്സലിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പൈത്തൺ പോലെയുള്ള ലാംഗ്വേജുകൾ, ടെക്നോളജികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിഷ്വലൈസേഷൻ ടൂൾസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒത്തിണങ്ങി വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇമെയിലിലൂടെ ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാം. നിങ്ങളുടെ റെസ്യൂമെ, നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടെക്നോളജികളിലുള്ള പൈത്തണിലൊക്കെയുള്ള നോളജ്, ഇതിനെയെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസും എല്ലാമായി ഒരു കവറിംഗ് ലെറ്ററൊക്കെ വെച്ച് അവർ സ്പെസിഫൈ ചെയ്തേക്കുന്ന ഇമെയിൽ ID ആപ്ലിക്കേഷൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അതൊക്കെ വ്യക്തമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് ഡിസംബർ 10 അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കരിയർ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡാറ്റ അനലിസ്റ്റാണ് നിങ്ങൾ എങ്കിൽ. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ്, കരിയർ അപ്ഗ്രേഡ് റിലേറ്റഡ് വീഡിയോസ്, ട്രെയിനിങ് റിലേറ്റഡ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.